ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സോയ മസാല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ആദ്യം തന്നെ ഒന്ന് പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. അതിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പെരിഞ്ജീരകം മസ്റ്റായിട്ടും ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. പെരിഞ്ജീരകവും അല്പം കുരുമുളകും പിന്നെ ഒരു ഏലക്കായും കുറച്ച് കരയാമ്പൂവും ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യൂബ്സ് ആയിട്ടോ നീളത്തിലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു ചിക്കൻ കറി വെക്കണ ഒരു മോഡലിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നീളത്തിലാണ് അരിഞ്ഞു കൊടുത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണേ, നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കറി നല്ല തിക്കായിട്ട് വരിക. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സോയ കറി എന്തായാലും ഒരു വെറൈറ്റി കറി എന്നല്ല, കാരണം എല്ലാവരും ഇപ്പോൾ കോമൺ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതിന് മുന്നും ഞാൻ ഇതേപോലെ തന്നെ ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുറച്ച് പുറകോട്ട് പോകണം. അപ്പോൾ അതൊരു വേറെ മോഡലിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു സ്റ്റൈലിൽ തയ്യാറാക്കുന്നതാണ്. രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 3-4 പീസ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറവ് മതി, കാരണം ഇത് സോസ് ചേർക്കുന്നുണ്ട് അധികമായിട്ട്. അപ്പോൾ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഒരു ചില്ലി മസാല പോലെ ഒരു ടൈപ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജിഞ്ചറും ഗാർലിക്കൊക്കെ കുറവ് ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഒരു അതായത് ഒരു വലിയ തക്കാളിയോ അല്ലെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 1.5 എടുക്കാം. 1.5 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു മോഡലിൽ ഞങ്ങൾ വീട്ടിൽ കറി വയ്ക്കുന്നത് സാധാരണ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനാണ്. അതിനാണ് എനിക്ക് കുറച്ചും കൂടി കോമ്പിനേഷൻ തോന്നിയിട്ടുള്ളത് ചോറിനേക്കാളും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു വീഡിയോ. ആ ഒരു ടൈപ്പ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇത് കുറച്ചും കൂടി എനിക്കിഷ്ടം ചപ്പാത്തിയുടെ ഒപ്പവും അതുപോലെ തന്നെ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടിന് കോംബോ ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ടായിട്ട് അരിഞ്ഞത്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പെട്ടുപോയില്ല കേട്ടോ. അതായത് വീഡിയോ ഓൺ ആയിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് ആ ഒരു ഷോട്ട് മാത്രം പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം, വല്ലാതെ മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് സോയ ചങ്ക്സ്. ഇത് ഞാനിപ്പോൾ വലിയ ബോൾസാണ് സോയയുടെ എടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വലിപ്പം തോന്നിക്കണത്. അപ്പോൾ വലിയ ബോൾസ് ഒരു അരമണിക്കൂർ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാത്രത്തിൽ തന്നെ, ഈ പാനിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ മസാലയും കൂടി പിടിക്കുമല്ലോ. ഇനി അതിലേക്ക് ഇത് ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. പിന്നെ സോയ വേവേം വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു സോയ ചങ്ക്സ് സോക്ക് ചെയ്യാൻ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ സോയയിൽ മസാല തേച്ചപ്പോഴും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സോയയിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ കറിയുടെ ആ മിക്സിലേക്കും കൂടി ഉപ്പ് ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരും കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ചില്ലി ചിക്കനൊക്കെ ഇരിക്കണ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് തന്നെ, അതായത് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയൊരു രൂപം കിട്ടും. അപ്പോൾ അതൊരു വേറൊരു രീതിയിലുള്ള ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, എനിക്ക് വല്ലാതെ അങ്ങോട്ട് തിക്കാവേണ്ട ഗ്രേവി. സോ ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സോയ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നല്ലോണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ച് തന്നെ നല്ലപോലെ
ഇളക്കി ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. കാരണം സോയയിൽ ഒരുപാട് വെള്ളം പിടിച്ചിരിക്കുന്നുണ്ട് നമ്മൾ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എന്താണ് ആ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ സോയ ചങ്ക്സിൻ്റെ ആ ഒരു മസാലയൊക്കെ ഒന്ന് കുറുകി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ദേ ഒരു ഹാഫ് സ്പൂണോളം, ഹാഫ് സ്പൂൺ ഇല്ല, ഏകദേശം ഹാഫ് സ്പൂണിൻ്റെ അത്ര എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി എന്താണ് കുറയ്ക്കാൻ നോക്കുക കേട്ടോ. ലാസ്റ്റ് എന്തായാലും 1 സ്പൂൺ കുരുമുളക് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നതിലോ കുറവ് വരുത്താം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മല്ലിയില അരിഞ്ഞത് കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് പുട്ടിൻ്റെ കൂടെ ഈ സോയ മസാലയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, പിള്ളേർക്കായാലും ഇപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ വെജ് കഴിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വെജ് മാത്രം കഴിക്കുന്നവർക്കൊക്കെ ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇതൊരു വെജുമാണ്, എന്നാൽ ടേസ്റ്റ് വൈസ് ഒരു നല്ലൊരു എന്താണ് നോൺ വെജ് ഐറ്റത്തിൻ്റെ ഫീലും കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പേജിൽ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുന്നതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.